ഹലോ ഗൈസ്, എല്ലാ മച്ചന്മാർക്ക് വേണ്ടി എൻ്റെ ഒരു പുതിയ സർവർ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ടൈം ഞാൻ ഈ സർവർ ലൈവിൽ ബ്രീഡർ ഫാമാണ് സെറ്റാക്കിയത്. ഇന്ന് എൻ്റെ കൂടെ വോയിസ് ചാറ്റി എൻ്റെ കുറച്ച് സർവർ പ്ലേയേഴ്സും കൂടെ ഉണ്ട്. ഹലോ ഗൈസ്. ഹലോ. അയ്യോ എടാ, ഞാൻ ഇവിടെ പെട്ടുപോടാ. അറിയോ രക്ഷിക്കടാ. ഓ നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ബ്രീഡർ ഫാം ഉണ്ടാക്കിയില്ല, അതിൻ്റെ അകത്ത് വീണ്. ബ്രീഡറിക്കൊരു വില്ലേജ് കണ്ടായിരുന്നു. ഒരാളെ കാണാണ്ടായിരുന്നില്ല. രക്ഷിച്ചു. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ദൂരെയാണ്. അപ്പൊ ഇന്നെന്താ നമ്മുടെ പ്ലാൻ? എന്തോ ഇന്ന് നമ്മള് ഫാം സെറ്റ് ആക്കണോ അതാ XP ഫാം വേണം എന്തായാലും. അപ്പൊ ഇന്ന് XP ഫാം സെറ്റ് ആക്കാം. അതിനായിട്ടുള്ള ഗ്രൈൻഡിങ് കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അതിനായിട്ട് ഞങ്ങള് 2 ആർമഡിയിലോനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇവനോട് പറഞ്ഞ വോയിസ് ചാറ്റില്ല. ക്ലിക്ക് ഡയമണ്ട്സ്. ഒരു സ്റ്റാക്ക്. ഇവന് ഒരു സ്റ്റാക്ക് ഡയമണ്ട്സ് എവിടെ നിട്ടി? എടാ, ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ആരെങ്കിലും ഉണ്ടാക്കിയാ? ഓ ചുമ്മാ അല്ലേ, ഇത്ര ഡയമണ്ട് പിന്നെ എങ്ങനെ ഇട്ടാ ഡ്യൂപ്ലിക്കേഷൻ? അപ്പൊ കഴിച്ച പറഞ്ഞ പോലെ ഡയമണ്ട് ആർമർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയമണ്ട് ആർമർ ഉണ്ടോ? എടാ, നിങ്ങൾക്കടെ ആരുടെ കയ്യില് ഡയമണ്ട് ആർമർ ഉണ്ടോ? നിങ്ങൾ രണ്ടിലും ആർക്കെങ്കിലും ഡയമണ്ട് ആർമർ വേണോ? തരാം. അപ്പൊ ആർക്ക് ഡയമണ്ട് ആർമർ വേണ്ട? ഓക്കെ നൈസ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് പേരുടെ വീടും കാര്യങ്ങളും റേറ്റ് ചെയ്യും. കൂടാതെ തന്നെ ഒരു XP ഫാം ആണ് സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ മോൻസിന്റെ വീട്. ഇത് ഞാൻ ഒരു 10-ൽ 8 കൊടുക്കണു. അതെ, പറഞ്ഞോളൂ. ബ്രീഡർ ഫാമിന്റെ അവിടെ ഫുള്ള് നെതർ പോർട്ടല് ഫുള്ള് ബഗ് അടിച്ചിട്ടായി. ബഗ് അല്ല, എന്തോയി അവിടെ കണ്ട. ആരാ ഉണ്ടാക്കിയാരാ? അത് ആരും ഉണ്ടാക്കിയതല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട്. അത് നമ്മൾ നെതറിൽ കയറി ഇറങ്ങുമ്പോ എന്തോ നമ്മുടെ ആ സ്ഥലത്തെ നെതർ പോർട്ടല് പോയെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകും. അങ്ങനെ കൊറേ ഞാനുണ്ടൂടെ പറഞ്ഞേക്ക്. 2 ആർമഡിയിലേനും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെയാണ് ആ ബഗ്ഗും കാര്യങ്ങളും വന്നത്. ഇനി നമ്മുടെ ഏണിക് ബ്രോയിന്റെ വീട് നോക്കാം. ഇതാണ് ഏണിക്കിന്റെ വീട്. എൻ്റെ മോനെ, ഇവൻ പണ്ട് മുതൽ ഭയങ്കര ബിൽഡുകാരനാണ് ഗൈസ്. ഞാൻ പറയും, ഇവന് ഇപ്പോഴും നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ യൂട്യൂബർ ആവാൻ കഴിയും. ഈ ഏണിക്കിന്റെ വീട് കൊള്ളാം കേട്ടാ, കാര്യത്തിൽ പറയുക. ഇവര് നല്ല കഴിവൊക്കെ ഉണ്ട്. ഈ വീട് തന്നെ നമ്മുടെ സർവറിൻ്റെ അകത്തുണ്ട്, നമ്മുടെ ലെസ് പ്ലേക്കകത്ത് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഞാൻ മിക്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്കിൻ്റെ വീടിന് ഞാൻ റേറ്റ് ആയിരുന്നു 10-ൽ 10 കൊടുക്കുവാണ്. ഉണ്ടാക്കി തീർന്നില്ല, എന്നിട്ട് ഞാൻ 10 കൊടുക്കണം. ബട്ട് ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് 10-ൽ 10 കൊടുക്കുന്നത്. ഇനി ആർക്ക് 10 കിട്ടും നോക്കാം. ഇപ്പോൾ ഗൈസ്, സോണക്സിൻ്റെ വീടാണിത്. ഇതിന് ഞാൻ 10-ൽ 9.5. കാര്യം സർവറിലെ ഫസ്റ്റ് വീടാണിത്. സെക്കൻഡ് നമ്മുടെ വിഷ്ണു ബ്രോയിൻ്റെ വീട്. ഇതൊരുപാട് ഇര കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ 10-ൽ 8. ബാക്കിയൊക്കെ വീണ്ടാകും, കുഴപ്പമില്ല. പറഞ്ഞോളൂ ബ്രോ. ഇല്ലടാ, PC ഉണ്ടായിരുന്ന ഞാൻ ലൈവ് ഇടത്തില്ലേ? ആൻഡ് ഇതാണ് നമ്മുടെ ഭയങ്കരമുള്ള മൈനിങ് ഏരിയ. ഇങ്ങോട്ട് ഭയങ്കര ഇട്ടാണല്ലോ. മൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ,
സർവർ പൊക്കോണെങ്കിൽ ഭയങ്കര ബിൽഡുകാരുടെ ഇവിടെ ബേസ് ഓഫ് പ്ലേസ് 4 ഓക്കെ. അവൻ്റെ വീട് പണിയിലാണ്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ റേറ്റ് ചെയ്യുന്നില്ല, പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അകത്ത് അത് ചെയ്തൊന്നുമില്ല. എന്നാലും ആ വീട് റേറ്റ് ചെയ്ത് ചെയ്യാം 10.5. വേറെ സാധനം നമ്മുടെ സ്കെൽട്ടൻ ചോക്കി. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങി നൈസടാ. ഞാൻ എൻ്റെ ആവശ്യമില്ലാത്ത ലൂട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്യട്ടാ. ഈ സെർവർ ഈ ആപ്പാട് 5 പേരുടെ വീടുള്ള ആരും ആയിട്ടില്ല. ഏറ്റവും കൂടുതൽ നെതറൈക്കാ അപ്പൊ നെതറൈക്കാർമർ ആരെ അതിൻ്റെ അകത്തായ എത്ര പേരായിട്ടുണ്ട്? ഇപ്പൊ 2 പേര് മാത്രം. അനേകക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ കൊടുത്തിണ്ടായിരുന്നു കുറച്ച് നെതറൈറ്റ്. ഓക്കെ അനിക, ഞാൻ അനികിന് നിക്കും. ഓക്കെ അനികയ്ക്ക് ഞാൻ ഇത്ര നാളെ ഏണിക്കാന്നാ പറഞ്ഞുകൊണ്ടിരുന്ന. ഏണിക്ക് ശീലമായി പോയി. ഓക്കെ അപ്പം അനിക ഓക്കെ സെറ്റ് ചെയ്യും. അനികല്ല അനേക് ഓക്കെ. അവൻ നന്നായിട്ട് ബിൽഡും കാര്യങ്ങൾ ചെയ്യൂലേ? കണ്ട് എന്റെ ലെസ്പ്ലേക്കകത്ത് അവനെ കൊണ്ട് വീട് പണിയിപ്പിക്കണം. പക്ഷേ ആ ബ്രോ ഇപ്പൊ ബിൽഡ് ഫാമാണ് ഭയങ്കര ബെസ്റ്റ്, നല്ല അടിപൊളിയത്. ബട്ട് വർക്ക് ചെയ്യണ്ടേ ബ്രോ? ഞാൻ ഉണ്ടാക്കിയതൊരു ലേക്ക് പോലത്തെ സ്ഥലത്താ. എനിക്ക് തോന്നുന്നത് വെള്ളത്തിന് മണ്ടൊക്കെ ഉണ്ടാക്കണോന്ന്. വെള്ളത്തിന്റെ മണ്ടൊക്കെ ഉണ്ടാക്കിയേ? അല്ല, വെള്ളത്തിന്റെ ഒരു വെള്ളത്തിന്റെ അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇന്റെ സർവൈവല് വേണമെങ്കിൽ ബ്രോക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എന്റെ സർവൈവലുള്ളതെന്ന്. കുഴപ്പമില്ല. ഇപ്പൊ നീ കണ്ടതിനെ കാട്ടി 2 ഇരട്ടി കൂടുതൽ കിട്ടുന്ന ഒരു അയഫാമായ ഉണ്ടാക്കാൻ പോകുന്ന. ഓ എനിക്ക് അവനെ അറിയാം. അവൻ എൻ്റെ അടുത്ത് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ വേണ്ടി ഞാൻ കളിച്ചിട്ടുള്ളതാ. അപ്പൊ അതിന്റെ ഇടയിൽ ലീഷ് പൊട്ടി പോകണ്ട, അതുകൊണ്ടാണ് സ്ലോ ആണ്. ഇത് തന്നെ കഷ്ടപ്പാട്. ഓ ഇവന്മാരായിരുന്ന എടാ, ഇവന്മാരെ കൊണ്ടുവരാനാണോ നീ ഇവിടെ വരെ വന്നാ കഴുതേ? ഇവരെ പിന്നെ എവിടെ? ഇവന്മാര് ഇവിടെ സ്പോൺ ആവും. സവാനെയാണ്. സവാന കിട്ടുമെന്ന് നമുക്ക് തൊട്ടടുത്ത് സവാന ഉണ്ടായിരുന്നല്ലോ ഇവിടെ കഴുതേ. കഴുത നേരത്തെ പറയുന്നത് നീ ചെക്ക് പൈസ നോക്കിയപ്പോ നോക്കാൻ വയ്യാതാണ് സവാന ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങള് സ്ട്രോങ് ഹോൾഡ് നോക്കി പോയതാണ്. ഇപ്പൊ കണ്ടപ്പോ പിടിച്ചതാണ്. ഇപ്പൊ ഇവര് കൊല്ലണ വേണ്ട, കൊണ്ടുപോയി ഇനി തിരിച്ചടക്കട്ടെ. എടുത്തല്ലേ കൊണ്ടുപോയിക്കോ. നീ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടതേ ഞാൻ പറയാ. എടാ ദേ സമാന ഞങ്ങൾ പൈസ കൊണ്ടുപോയിക്കോളാം. രാവിലെ അയച്ച് വില്ലേജ് വല്ല ജോലിയും കൊണ്ടാക്കി വരുന്നത്. ഇത് കേട്ടപ്പോ നിനക്ക് എന്തുവാണ് ഇപ്പൊ വരുന്നത്? നല്ല നല്ല സന്തോഷാണ്. സവാര ഉണ്ടെന്ന് അറിയില്ലല്ലേ? എന്നെ കൊണ്ടുപോകും. കേറിക്കോ. സവാരയിലുണ്ടായതാടാ, വെറുതെ ഇത്ര വരെ പാടുവിട്ടില്ലേ? കഷ്ടപ്പെട്ടില്ലേ? MC എല്ലാം ചെയ്യണം. MC എല്ലാം കഷ്ടപ്പെടണം.
അൺലീഷ് അത് മാറിപ്പോയി. ഡ്രോപ്പ് ചെയ്ത് വോട്ടാടാ വോട്ടിക്കറ ഡ്രോപ്പ് ചെയ്ത് അൺലീഷ് ചെയ്ത് ഇല്ലേ എടാ ബെഡ്റോക്ക് മറിക്കടാ നീ മാറ എടാ ഒരുത്ത മാറ അൺലീസ് ചെയ്യണം മാറണം. അയ്യോ എടാ മാറ അൺലീസ് ചെയ്യട്ടാ. ആ ചെയ്ത് അപ്പൊ കയറിയിട്ട് മറിക്ക ഇപ്പൊ കറക്റ്റായ ആ കൊല്ലടാ കൊന്നോ MC ഇതും കൊണ്ട് ഓടുവാ പോയി. ഇതെന്റെ സാധനം നോ ഫൈറ്റ്. നിന്റെ നെതറ എന്റെ ആർമർ വെച്ചാൽ പറയും. എടാ ആർമർ ഓർറ എടുത്താള ആർമർ കൊടുത്തേ. ഗൈസ് സർവറി ഫൈറ്റ് എടുക്കാൻ പോവാ. നീ ഇയാൾ സഹായിക്കട്ടെ. നിന്റെ ആർമർ അവന്റെ എല്ലാം ഉണ്ട്. സ്റ്റോപ്പ് ചാറ്റ് ചെയ്ത് തീർക്കാം. കൊല്ലാൻ നോക്കി അവന്റെ എല്ലാം ഓനല്ല അവനാണ് എടാ ആർമർ തരാൻ പറയടാ. അവൻ നമ്മൾ ചോദിച്ചാ തരും. ആർമർന്നോ എന്ത് പരിപാടിയല്ലേ ഇത്. നമുക്ക് പെട്ടെന്ന് കൊണ്ട് വെച്ചിട്ട് തരാം. വാ നീ വഴി കാണിക്ക്. മാപ്പാപ്പ വഴി കാണിക്കടാ. ആ ഓക്കെ ഞാൻ ബാക്കി ഇരിക്കാം. എടാ ഇരിക്കട്ടാ. ആ വണ്ടി വിട്ടുപോയി. എടാ ഞങ്ങൾ ഇതിനെയും കൊണ്ട് പോവാ. നിങ്ങൾ വന്നേക്ക് കേട്ടാ. റൈസറേ നിന്റെ രണ്ടാ കുരുട്ട് എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ 10,000 ഡയമണ്ട് എന്നിട്ട് കൊണ്ടുപോയിക്കോ. ബ്രോ വഴി തെറ്റാണ്. ആണ് 2000 ഒന്നും ഇല്ല. നമ്മുടെ വില്ലേജിലേക്ക് 2000 ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്ന? ഹലോ വഴി തെറ്റിയാ? റീസറേ വഴി തെറ്റിയാടാ. ഞങ്ങളെ എങ്ങനെയും വീട്ടിൽ എത്തിക്കടാ. ഈ പട്ടിക്ക് വണ്ടി ഓടിക്കാറിയില്ല. വണ്ടി ഓടിക്കാറിയാത്തവരാണല്ലോ ഡ്രൈവറായിട്ട് എടുത്തത് ഞാൻ. വണ്ടി ഓടിക്കാറിയാത്തവനെ ഞാൻ വിളിച്ചോണ്ട് വന്ന്. എടാ 3000 ഒന്നും പോകണ്ട. മൈനസല്ലേ പോകണ്ട. ഇത് 3000 പോവാണല്ലോ. നമ്മള് അവന്മാരെക്കാട്ടി മുമ്പ് ഇറങ്ങിയത്. അവന്മാര് ബേസിലെത്തിയെന്ന്. എന്ത് പരിപാടിയാണ് നീ കാണിച്ച? ഞാൻ ഓടിക്ക. ഇനി കേറിയാ നിന്റെ വേസിന് റേറ്റ് തന്നേക്കാം. ഇത് കണ്ടിട്ട് നെതർ ബോയ് വരുന്നുണ്ട്. 10.6 10/6. എടാ അവന്മാരല്ലേ എവിടെടാ? എടാ ലവന്മാരെ ഇത് കൊടുക്കണം. വിളി. ഇതവിടെ കൊണ്ട് കെട്ടിയിടാം. ഇല്ല അവന്മാർ വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും ഇവനത് ഇവിടെ വെച്ചിട്ട് പോവാണ്. ഇനി വരുന്ന അവിടെ വെച്ചാണ്. ഇത് ആരെടുക്കും?
അല്ലടാ നമുക്കിത് ഇവിടെ ഇട്ടേക്കല്ലേ? ഓ നമ്മുടെ സൈപ്പ് കൂട്ടൻ ഇവിടെ ഉണ്ട്. ആ എന്നാ പിടിച്ചോ. വരുക. ഇതാണോ നിന്റെ വീട്? ഇത് ഞാൻ റേറ്റ് ലാത്തേര് നോക്കട്ടെ വീട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇവൻ്റെ വീട് 10-ൽ 8 കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ സർവറിൽ ഏകദേശം പ്ലേസിൻ്റെയൊക്കെ വീട് റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സർവർ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. എന്നാ പിടിച്ചോ എന്നാ ഇതും കൂടെ വെച്ചോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ലോങ് വീഡിയോ ഇത്രോള്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.